നിർധന രോഗികളുടെ ചികിത്സയ്ക്കായുള്ള സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ഹോസ്പിറ്റൽസ് പിൻവാങ്ങുന്നു. കോടികൾ കുടിശ്ശികയായി. അതോടെയാണ് ഇവരുടെ പിന്മാറ്റം. 400 കോടി രൂപയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് സർക്കാർ നൽകാനുള്ളത്. 24 എക്സ്ക്ലൂസീവ്. സാധാരണക്കാർ ഏറെയും ആശ്രയിക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിനെയാണ്. സ്വകാര്യ ആശുപത്രികൾ ഇതിൽ പ്രധാന ഭാഗം കൂടിയാണ്. 400ഓളം സ്വകാര്യ ആശുപത്രികളാണ് സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നത്. രോഗി ആശുപത്രി വിട്ട് 15 ദിവസത്തിനകം പണം ആശുപത്രി കൈമാറണമെന്നാണ് വ്യവസ്ഥ. വൈകുന്ന ഓരോ ദിവസത്തിനും പലിശ നൽകണം. എന്നാൽ മാസങ്ങളായി ഈ തുക കുടിശ്ശികയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 100 കോടിയോളമാണ് കുടിശ്ശിക. ദരിദ്രരേഖയിൽ താഴെയുള്ള കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഈ സ്കീമിൽ നിന്ന് സൗജന്യ ചികിത്സ കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇത് നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു പ്രത്യാഘാതങ്ങൾ ആരോഗ്യരംഗത്തുണ്ടാവും. സ്വകാര്യ ആശുപത്രികളുടെ തീരുമാനം നിർധന രോഗികളെ പ്രതികൂലമായി ബാധിക്കും. 150ഓളം ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറി. പണം നൽകിയില്ലെങ്കിൽ മറ്റു ആശുപത്രികളും ഉടൻ പിന്മാറും. ഇക്കഴിഞ്ഞ ഒക്ടോബറിലും പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് ആശുപത്രികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഉടൻ കുടിശ്ശിക തീർക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേൽ തുടർന്നും സഹകരിക്കാൻ തയ്യാറായി. 2 മാസം പിന്നിട്ടിട്ടും തുച്ഛമായ പണം മാത്രമാണ് ലഭിച്ചതെന്നാണ് പരാതി. കേന്ദ്ര സഹായം ലഭിക്കാത്തതും രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനയുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം. കേന്ദ്ര സംസ്ഥാന ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ സംയോജിപ്പിച്ചാണ് കാരുണ്യ നടപ്പിലാക്കുന്നത്. ഇനി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനിയണം. അല്ലെങ്കിൽ സാധാരണക്കാരൻ പ്രതിസന്ധിയിലാകും. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചികിത്സയുടെ പേരിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുമെന്നതാണ് മറ്റു പദ്ധതികളിൽ നിന്ന് കാരുണ്യ ആരോഗ്യ പദ്ധതിയെ വേറിട്ട് നിർത്തുന്നത്. കുടിശ്ശിക തീർക്കാതെ പദ്ധതിയുമായി സഹകരിക്കില്ല എന്ന സ്വകാര്യ ഹോസ്പിറ്റൽസിൻ്റെ നിലപാട് ഒരുപാട് കുടുംബങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നത്. കേൾക്കാം ഈ സഹായമൊക്കെ ആവശ്യമുള്ള പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. കാരുണ്യ പദ്ധതി നിലവിൽ ഫണ്ടിൻ്റെ ഇഷ്യൂ കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നിർത്തലാക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് വരുന്നില്ല എന്നുള്ളൊരു ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ ഫണ്ടിൻ്റെ ഇഷ്യൂ 2 ഗവൺമെൻറ്റും കൂടെ സംയുക്തമായിട്ട് തീരുമാനിച്ച് അത് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് ദൈനംദിന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് സാധാരണക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഒരുപാട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്. അതേപോലെ തന്നെ ഹൃദയ രോഗികൾ, മറ്റു ചികിത്സ തേടുന്ന രോഗികൾ, ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ നിത്യവൃത്തിക്ക് വരെ വകയില്ലാത്ത ഒരുപാട് ജനങ്ങൾ ഉണ്ട്. നാടിനെ എങ്ങോട്ടാണ് ഈ സർക്കാർ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു നിശ്ചയമില്ലാത്ത ഒരു പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനുകൂല്യം കിട്ടുക പാവപ്പെട്ടവർക്ക് നല്ലൊരു ഉപകാരമുള്ള സംഗതിയാണ്. അത് ഗവൺമെൻറ് നിർത്തുക പറഞ്ഞാൽ അപ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് സഹായങ്ങൾ ആ നിലക്ക് രോഗികൾക്കും കിട്ടി പോന്നിരുന്നു. അതുകൊണ്ട് നിർത്തുക പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെയാണ്. നിർത്തലാക്കിയ സർക്കാർ വൻ പരാജയത്തേക്കാണ് പോകേണ്ടത്. അതിനെന്തായാലും അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ ആളുകൾ അതിന് മറുപടി കൊടുക്കും. ഇലക്ഷൻ വോട്ടിങ്ങിലൂടെ മറുപടി കൊടുക്കും. ഒരുപാട് പദ്ധതികൾ സർക്കാർ അല്ലെങ്കിൽ ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടുന്ന ഓരോ പദ്ധതികൾ കൊണ്ടുവരാനുള്ളതാ. ജനങ്ങൾക്ക് അനുകൂലം കിട്ടുന്ന എല്ലാ പദ്ധതികളും സർക്കാരുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും അതൊക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ആനുകൂല്യമായിരുന്നു. അതൊക്കെ നിർത്തലാക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നിർത്തലാക്കാൻ വലിയൊരു തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.